أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. അന്ന് പ്രവാചക ശ്രേഷ്ഠരുടെയും മഹത്തുക്കളുടെയും ധന്യമായ ചരിത്രത്തിൽ ഇടം നേടിയ മണ്ണ്, അത്തിയും സൈത്തൂനും പൂത്തുലഞ്ഞ അനുഗ്രഹങ്ങളുടെ നാട്, ഇന്ന് കുടിയിറക്കപ്പെട്ടവന്റെ ദേശം, പിഞ്ചോമനങ്ങളുടെ രക്തം കൊണ്ട് ചുവന്നുപോയ മണ്ണ്, അനാഥരുടെയും വിധവകളുടെയും വിലാപം നിലയ്ക്കാത്ത നാട്, ഓപ്പർച്യൂണിറ്റിസം പ്രത്യയശാസ്ത്രമാക്കിയ സാമ്രാജ്യത്വത്തിൻ്റെ ചതിയുടെയും വഞ്ചനയുടെയും അനുഭവ സാക്ഷ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹനിധികളായ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, തസ്ഫിയ 2009 പ്രഭാഷണ പരമ്പരയിൽ മൂന്നാം ദിവസമായ ഇന്ന് ലോകവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും നിരവധി വിവാദങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിഷയീർഭവിക്കുകയും ചെയ്യുന്ന ഫലസ്തീൻ ചരിത്രവും ദൗത്യവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള
പ്രഭാഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇസ്ലാമികമായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് തന്നെ ഫലസ്തീൻ എന്ന ഭൂപ്രകൃതിയുടെയും അവിടെ ജീവിച്ചു വരുന്ന സമൂഹങ്ങളുടെയും ചരിത്രമന്വേഷിക്കുക എന്ന ഒരു ദൗത്യം ഇവിടെ നിർവഹിക്കപ്പെടുന്നതോടൊപ്പം തന്നെ കാലങ്ങളായി ആസൂത്രിതമായ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ നടന്നുവരുന്ന ചതിപ്രയോഗങ്ങളുടെയും വഞ്ചനകളുടെയും ചുരുളഴിക്കുക എന്ന ഒരു ദൗത്യം കൂടി ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഫലസ്തീൻ ചരിത്രവും ദൗത്യവും എന്ന വിഷയം പ്രത്യേകം നാം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയവുമായി ഈമാനികമായ ഒരു ബന്ധം, വിശ്വാസപരമായ ഒരു ബന്ധമുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ആവർത്തിക്കപ്പെട്ട ഒരു പ്രദേശമാണ് ഫലസ്തീൻ അടങ്ങുന്ന, ലബനാൻ അടങ്ങുന്ന, സിറിയ അടങ്ങുന്ന, ജോർദാൻ അടങ്ങുന്ന ഷാം എന്ന വളരെ പ്രവിശാലമായ ഒരു പ്രവിശ്യ. ഇന്ന് ഒരു ജോർദാനെന്നും ഫലസ്തീനെന്നും ലബനാനെന്നും സിറിയ എന്നുമൊക്കെ വിഭജിക്കപ്പെട്ടു പോയെങ്കിലും വിശുദ്ധ ഖുർആനിന്റെ വീക്ഷണകോണിൽ വളരെ വിശാലമായ ഷാം എന്ന പ്രവിശ്യയെ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞതും ആ നാടിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം എടുത്തു പറഞ്ഞതും കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിൽ 71-ാം സൂക്തത്തിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ആ നാടിനെ സംബന്ധിച്ച സൂചന അല്ലാഹു നൽകുന്നുണ്ട്. പ്രസ്തുത സൂക്തത്തിൽ അല്ലാഹു പറയുന്നത്, വനജൈനാഹു വലൂതൻ ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ. വനജൈനാഹു വലൂതൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ലൂത്ത് നബിയെയും നാം രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി. ഇലൽ അർളില്ലതി ബാറക്നാ ഫീഹാ ലിൽ ആലമീൻ, ലോകത്തിന് അനുഗ്രഹമായ ഒരു ഭൂപ്രദേശത്തേക്ക് അല്ലാഹു പ്രത്യേകം ബറക്കത്ത് ചെയ്ത, നാം പ്രത്യേകമായി അനുഗ്രഹിച്ചു എന്ന് ഖുർആൻ പറഞ്ഞ ആ അനുഗ്രഹീതമായ ഷാമിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ലൂത്ത് നബിയെയും അല്ലാഹു രക്ഷപ്പെടുത്തി എന്ന് പറയുമ്പോൾ, ഫലസ്തീനും ജോർദാനും സിറിയയുമായി വിഭജിക്കപ്പെട്ടു പോയ വളരെ വലിയ വിശാലമായ പ്രവിശ്യയായ ഷാം എന്ന ആ ഭൂപ്രകൃതിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അനുഗ്രഹം നൽകിയ നാട് എന്ന് പറഞ്ഞത്. ഇതൊരു സ്ഥലത്ത് മാത്രമല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തു സബഇന്റെ 18-ാം സൂക്തത്തിൽ ഒരു നാഗരികതയെ സംബന്ധിച്ച് അല്ലാഹു വിശദീകരിക്കുമ്പോൾ, യമനിലെ സബഅ വംശത്തിന് അല്ലാഹു നൽകിയ അനുഗ്രഹം എടുത്ത് പറയുമ്പോൾ പ്രത്യേകം അവിടെ പറഞ്ഞതായി കാണാം, വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ ഖുറൻ ലാഹിറ വഖദ്ദർനാ ഫീഹാ സൈറ സിറു ഫീഹാ ലയാലി വഅയ്യാമിൻ ആമിനീൻ. ആ യമനിലെ സബഅ വംശത്തിനും നാം അനുഗ്രഹം ചൊരിഞ്ഞ ഷാമിനുമിടയിൽ പ്രത്യേകമായ വഴികൾ, യാത്രാമാർഗങ്ങൾ നാം തുറന്നു കൊടുക്കുകയുണ്ടായി.
പ്രത്യക്ഷമായ വ്യത്യസ്തങ്ങളായ ചെറു ചെറു ഗ്രാമങ്ങളെ നാം അവിടെ സൃഷ്ടിക്കുകയുണ്ടായി, ഒരുക്കുകയുണ്ടായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ നിറക്കപ്പെട്ട നാട്ടിലേക്ക് രാവും പകലും നിങ്ങൾ നിർഭയരായി യാത്ര ചെയ്തുകൊള്ളൂ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. പ്രസ്തുത നാഗരികതയെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുമ്പോഴും ഷാം എന്ന വളരെ പ്രവിശാലമായ പ്രവിശ്യയെ സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ നാട് എന്നാണ്, പ്രത്യേകമായ ബർക്കത്ത് നൽകപ്പെട്ട നാട് എന്നാണ്. ആ നാട്ടിലേക്കുള്ള യാത്രാമാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുത്തു എന്നതാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചപ്പോൾ മക്കയിൽ ജീവിച്ചിരുന്ന ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹം എടുത്തു പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞു, ലിഇലാഫി ഖുറൈശിൻ ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത് അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. ലിഇലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് അല്ലാഹു ഇണക്കിയതിനാൽ ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, ശൈത്യത്തിലും ഉഷ്ണത്തിലുമുള്ള അവരുടെ യാത്ര അല്ലാഹു അവർക്ക് ഇണക്കി കൊടുത്തതിനാൽ ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, വിശുദ്ധമായ ഈ കഅബാലയത്തിന്റെ റബ്ബിനെ മാത്രം അവർ ആരാധിക്കട്ടെ. അല്ലദീ യതഅമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, അതായത് അവരുടെ വിശപ്പിൽ അവർക്ക് അന്നം നൽകുന്ന, അവരുടെ ഭയാശങ്കകളിൽ അവർക്ക് നിർഭയത്വം നൽകുന്ന ഏകനായ റബ്ബുൽ ആലമീനെ മാത്രം അവർ ആരാധിക്കട്ടെ എന്ന് ഖുർആൻ പറയുമ്പോൾ ഖുറൈശികൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമായി അല്ലാഹു പറയുന്നത് ഇലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ്, സൈഫിലുള്ള റിഹ്ല, ശിതാഇലുള്ള റിഹ്ല, ശൈത്യത്തിലുള്ളവരുടെ യാത്ര, ഉഷ്ണകാലത്തുള്ളവരുടെ യാത്ര, ആ യാത്രയെ അല്ലാഹു അവർക്ക് ഇണക്കി കൊടുത്തു എന്നാണ്. ശൈത്യകാലത്ത് ഖുറൈശികൾ കച്ചവടാവശ്യാർത്ഥം യാത്ര പോയത് യമനിലേക്കാണെങ്കിൽ ഉഷ്ണകാലത്ത് അവർ യാത്ര പോയിരുന്നത് ഷാമിലേക്കാണ്. ഫലസ്തീൻ അടങ്ങുന്ന, ജോർദാൻ അടങ്ങുന്ന, ലബനാൻ അടങ്ങുന്ന ആ പരിശുദ്ധമായ അനുഗ്രഹീതമായ നാട്ടിലേക്ക് അറബികൾ കച്ചവടാവശ്യാർത്ഥം യാത്ര ചെയ്തപ്പോൾ അവർക്ക് അവരുടെ വഴിത്താര റബ്ബ് സുബ്ഹാനഹു വ തആല ഇണക്കി കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ വീണ്ടും പരിശോധിച്ചാൽ നമുക്ക് കാണാം, നാം ബർക്കത്ത് ചെയ്തു എന്ന് ഖുർആൻ അടിക്കടി ആ നാടിനെ പറ്റി പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നത് ആ വാക്കിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ്. ബറക്ക എന്ന വാക്ക് മാറ്റി ബർക്കത്ത് എന്ന വാക്ക് മാറ്റി മറ്റൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ ആ നാടിനെ പറ്റി പ്രയോഗിച്ചത് യാ ഖൗം ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു വലാ അദ്ബാരിക്കും ഫതൻഖലിബൂ ഖാസിരീൻ. മൂസാ നബി തന്റെ ജനതയോട് പറയുകയാണോ, ജനങ്ങളെ, ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസ, മുഖദ്ദസായ പരിശുദ്ധമായ നാട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കൂ. അല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കായി നിശ്ചയിച്ചു തന്ന പരിശുദ്ധമായ ആ നാട്ടിലേക്ക് നിങ്ങൾ കടക്കൂ എന്ന് മൂസാ നബി തന്റെ ജനതയോട് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാടിനെ സംബന്ധിച്ച് പറഞ്ഞ പ്രയോഗം മുഖദ്ദസ എന്നതാണ്. പരിശുദ്ധമായ, അങ്ങേയറ്റം പുണ്യമായ ഭൂമി, ഭൂപ്രകൃതി. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അടിക്കടി പരിശോധിച്ചാൽ ആ നാടിനെ പറ്റി പറയുമ്പോഴെല്ലാം ആ നാടിന്റെ പേര് സൂചിപ്പിക്കുന്നതിനേക്കാൾ ഉപരി റബ്ബ് സുബ്ഹാനഹു വ തആല ആ നാടിനെ പറ്റി പറയുന്നത് അനുഗ്രഹിച്ച ഭൂമി എന്നാണ്, ബർക്കത്തുള്ള ഭൂമി എന്നാണ്, പരിശുദ്ധമായ ഭൂമി എന്നാണ്. എത്രത്തോളം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ആ നാട് ബന്ധപ്പെട്ട ഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ആ പ്രവാചക ജീവിതത്തിൽ സംഭവിച്ച മഹത്തായ ആ സംഭവത്തെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞിടത്തും പറഞ്ഞു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. തീർച്ചയായും അല്ലാഹു പരിശുദ്ധനാണ്, പരമപരിശുദ്ധനാണ്.
അള്ളാഹുവിനെ പറ്റി ഇതരർ കെട്ടിയുണ്ടാക്കുന്ന മുഴുവൻ കുറ്റാരോപണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണ്. എങ്ങനെയുള്ളവനാണ് അവൻ? അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. അവൻ തൻ്റെ അടിമയുമായി രാപ്രയാണം, തൻ്റെ അടിമക്ക് രാപ്രയാണം നടത്തുകയാണ്, തൻ്റെ അടിമയെ രാപ്രയാണം നടത്തിക്കുകയാണ്. എങ്ങോട്ട്? മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്. എങ്ങനെയുള്ള മസ്ജിദുൽ അഖ്സ? അല്ലദീ ബാറക്നാ ഹൗലഹു, അതിൻ്റെ ചുറ്റും നാം അനുഗ്രഹിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. ആ പ്രദേശത്തേക്ക്, ആ നാട്ടിലേക്ക് ആ പ്രവാചകനെ കൊണ്ടുപോയത് എന്തിനാണ്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തം, നമ്മുടെ ആയത്തുകൾ അദ്ദേഹത്തിന് കൃത്യമായി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ അനുഗ്രഹിച്ച നാട് എന്ന ആ നാടിനെ പറ്റി പറയുമ്പോൾ തന്നെയും അള്ളാഹു ആ നാടിന് മറ്റൊരു സവിശേഷത കൂടി നൽകി. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അവ്വലി മസ്ജിദിൻ വുദിഅ ഫിൽ അർദ്, ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി ഏതാണ്? ആദ്യമായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി ഏത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, അൽ മസ്ജിദുൽ ഹറാം. ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനം മസ്ജിദുൽ ഹറാമാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ ലോകത്തുള്ള സർവമാന മനുഷ്യർക്കും മാർഗദർശകമായി കൊണ്ട് ആദ്യമായി നിർമ്മിക്കപ്പെട്ട അല്ലാഹുവിന്റെ ഭവനം അത് മസ്ജിദുൽ ഹറമാണ്. മക്കയിലുള്ള മസ്ജിദുൽ ഹറമാണ്. ആദ്യത്തെ പള്ളി ഏതാണെന്ന് പ്രവാചകൻ പറയുമ്പോൾ റസൂലുള്ളാഹിയുടെ സഹാബത്ത് പിന്നെയും നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, സുമ്മ അയ്യുൻ, മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ രണ്ടാമതായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറയുന്നു, അൽ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സയാണ്, മസ്ജിദുൽ അഖ്സയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിയോട് ചോദിച്ചു, കം കാന ബൈനഹുമാ, ആ രണ്ട് പള്ളികൾ നിർമ്മിക്കുന്നതിനിടയിൽ എത്ര കാലഘട്ടം താമസമുണ്ടായിരുന്നു? മസ്ജിദുൽ ഹറം നിർമ്മിച്ച് എത്ര കൊല്ലം കഴിഞ്ഞാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കപ്പെട്ടത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 ആമാ, 40 വർഷം. ആ 40 വർഷത്തെ വ്യത്യാസമാണ് മസ്ജിദുൽ ഹറമിന്റെ നിർമ്മാണത്തിനും മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണത്തിനും ഇടയിലുള്ളത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നാം ചർച്ച ചെയ്യുന്ന നാടിന്റെ മറ്റൊരു സവിശേഷത, രണ്ടാമത്തെ പള്ളി ലോകത്ത്, ഭൂമി ലോകത്ത് നിർമ്മിക്കപ്പെട്ട രണ്ടാമത്തെ പള്ളി, ആ രണ്ടാമത്തെ പള്ളിയെ നിർമ്മിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഭൂപ്രകൃതി അത് ഈ പറഞ്ഞ ഫലസ്തീനാണ്. മസ്ജിദുൽ അഖ്സ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലാണ് നിർമ്മിച്ചത്. ആ നാട്ടിലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ സ്ഥലമൊരുക്കിയത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് മാത്രമാണോ ആ നാടിന്റെ പ്രത്യേകത? അല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസകാര്യങ്ങളിൽ അവൻ എണ്ണിപ്പറയുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ആ നാടുമായി അവർക്ക് ബന്ധപ്പെടേണ്ടി വരികയാണ്. ആ നാട്ടിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. ആ നാടുമായുള്ള അവരുടെ മാനസികമായ ബന്ധം സ്ഥാപിക്കുകയാണ്. ഏത് പ്രവാചകനാണ് ആ നാടുമായി ബന്ധമില്ലാതെ പോയത്? വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ ആ പ്രവാചകന്മാരെല്ലാം ആ പ്രദേശത്തു കൂടി കടന്നു പോകുന്നതായി നമുക്ക് കാണാം. ഞാൻ നേരത്തെ വിശദീകരിച്ചു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച്. ആ പ്രവാചകന്മാർ ആ നാട്ടിലേക്ക് പോവുകയാണ്. ഇറാഖിൽ നിന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഷാമിലേക്ക് ഹിജ്റ പോയതായി ഖുർആൻ പറയുന്നുണ്ട്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിലെ 21 മുതൽ 26 വരെയുള്ള സൂക്തങ്ങളിലായി വിശദീകരിക്കുമ്പോൾ അല്ലാഹു ഇവിടെ പറയുന്നത് കാണാം. മൂസാ നബി തന്റെ ജനതയോട് പറയുകയാണ്, യാ ഖൗം ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും വലാ തർതദ്ദു വലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. ഓ ജനങ്ങളെ, ഓ ഇസ്രായേലരെ, ഉദ്ഖുലുൽ അർദൽ മുഖദ്ദസത്തല്ലതി കതബല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്കായി നിശ്ചയിച്ച പരിശുദ്ധമായ ആ മണ്ണിലേക്ക്, ആ പ്രദേശത്തേക്ക് നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ.
വലാ തർതദ്ദു വലാ അദ്ബാരിക്കും ഫതൻഖലിബു ഖാസിരീൻ. ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകരുത്, പിന്തിരിഞ്ഞു പോകരുത്. ആ നാട്ടിലേക്ക് കടക്കുന്നതിൽ നിങ്ങൾ വിസമ്മതം പ്രകടിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾ വിസമ്മതം പ്രകടിപ്പിച്ചാൽ നിങ്ങൾ നഷ്ടകാരികളായി തീരുമെന്ന് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തന്റെ ജനങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് മൂസാ നബിയുടെ ജനത മറുപടി പറഞ്ഞത് ഖുർആൻ പറയുന്നുണ്ട്. ഖാലൂ യാ മൂസാ ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ വഇന്നാ ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ ഫയഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ. ഓ മൂസ, ഇന്ന ഫീഹാ ഖൗമൻ ജബ്ബാരീൻ, ആ നാട്ടിലുള്ള ജനത ധിക്കാരികളായ സ്വേച്ഛാധിപതികളായ ജനങ്ങളാണ്. വഇല്ലൻ നദ്ഖുലഹാ ഹത്താ യഖ്റുജൂ മിൻഹാ, ആ നാട്ടിൽ നിലനിൽക്കുന്ന ആ സമൂഹം അവിടുന്ന് പുറത്തു പോയാലല്ലാതെ ഞങ്ങൾ ആ നാട്ടിലേക്ക് കടക്കുകയില്ല. ഫയഖ്റുജൂ മിൻഹാ ഫഇന്നാ ദാഖിലൂൻ, നിലവിൽ ആ നാട്ടിലുള്ള ആളുകൾ ആ നാട് വിട്ടുപോയാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാമെന്ന് മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് മറുപടി പറയുകയാണ്. ആ സമയത്ത് വീണ്ടും വീണ്ടും മൂസാ നബി അവരോട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു, അല്ല, നിങ്ങൾ ധൈര്യസമേതം കടന്നുകൊള്ളൂ, ധൈര്യസമേതം നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. ഖുർആൻ അത് പറയുന്നുണ്ട്. ഖാല റജുലാനി മിനല്ലദീന യഖാഫൂന അന്നമല്ലാഹു അലൈഹിമാ ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ ഫഇദാ ദഖൽതുമൂഹു ഫഇന്നകും ഗാലിബൂൻ വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലാഹുവിന്റെ അനുഗ്രഹം സിദ്ധിച്ച, റബ്ബിന്റെ നിഅമത്തുകൾക്ക് പാത്രീഭൂതരായ, അല്ലാഹുവിനെ അങ്ങേയറ്റം ഭയപ്പെടുന്ന രണ്ടാളുകൾ ആ ജനങ്ങളോട് പറയുകയാണോ, ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ആ നാട്ടിലുള്ള ജനത സ്വേച്ഛാധിപതികളായി കൊല്ലട്ടെ, അഹങ്കാരികളായി കൊല്ലട്ടെ, ധിക്കാരികളായി കൊല്ലട്ടെ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ഉദ്ഖുലൂ അലൈഹിമുൽ ബാബ്, നിങ്ങൾ ധൈര്യസമേതം ആ ശാമിന്റെ കവാടത്തിലൂടെ കടന്നുകൊള്ളൂ, ആ നാടിന്റെ വാതിലിലൂടെ നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. ഫൈദാ ദഖൽതുമൂ ഫഇന്നകും ഗാലിബൂൻ, നിങ്ങൾ അങ്ങോട്ട് ചെന്നാൽ തന്നെയും നിങ്ങൾക്ക് വിജയിക്കാം, നിങ്ങളങ്ങ് കടന്നു ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിജയം ലഭിക്കും. വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അല്ലാഹുവിൽ തവക്കുലാക്കി റബ്ബിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ആ നാട്ടിലേക്ക് കടന്നു ചെല്ലൂ. ആ സമയത്തും മൂസാ നബിയുടെ ജനത മൂസാ നബിയോട് പറയുന്നു, ഖാലൂ യാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ. ഓ മൂസ, ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ മാ ദാമൂ ഫീഹാ, ആ നാട്ടിലവർ താമസിക്കുന്നിടത്തോളം ഞങ്ങൾ അങ്ങോട്ട് കടക്കുകയില്ല. ഇനി ഞങ്ങൾ പോകണം എന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ, ഞങ്ങൾ ആ നാട്ടിലേക്ക് പോകണമെന്ന് നിനക്ക് വാശിയുണ്ടെങ്കിൽ, ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും നിന്റെ റബ്ബും കൂടി പോയി അവരോട് യുദ്ധം ചെയ്യ്, എന്നിട്ട് അവരെ പരാജയപ്പെടുത്തിയിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. അങ്ങനെ നീയും നിന്റെ റബ്ബും കൂടി പോയി അവരെ പരാജയപ്പെടുത്തി വന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാം. ആ സമയത്ത് മൂസാ നബി തന്റെ ജനതയെ അത് അംഗീകരിക്കുന്നില്ല, തന്റെ നിർദ്ദേശം മാനിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റബ്ബിനോട് ദുആ ചെയ്യുന്നതായി ഖുർആൻ പറയുന്നു. റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖീ, റബ്ബേ രക്ഷിതാവേ, എനിക്ക് എൻ്റെ കാര്യത്തിൽ ഉറപ്പ് പറയാം, എൻ്റെ സഹോദരന്റെ കാര്യത്തിലും ഉറപ്പ് പറയാം. നീ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങളത് നടപ്പാക്കാൻ ഒരുക്കമാണ്. പക്ഷേ ഈ ജനത ഞാൻ പറഞ്ഞിട്ടനുസരിക്കുന്നില്ല, ഞാൻ പറയുന്നത് അവർ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫഫ്റുഖ് ബൈനനാ വബൈന വബൈനൽ ഖൗമിൽ ഫാസിഖീൻ, അതേ ധിക്കാരികളായ തെമ്മാടികളായ ഈ ജനതക്കും ഞങ്ങൾക്കുമിടയിൽ നീ ഒരു വ്യത്യാസമുണ്ടാക്കണം, വേർതിരിവുണ്ടാക്കണം, ഞങ്ങളിൽ നിന്ന് ഇവരെ നീ അകറ്റിക്കളയണമെന്ന് മൂസാ അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് അല്ലാഹു അവരെ ശപിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന യതീഹൂന ഫിൽ അർദ് ഫലാ തഅസാലൽ ഖൗമിൽ ഫാസിഖീൻ. ഖുർആൻ പറയുകയാണ്, മൂസാ നബിയുടെ ജനതയോട് മൂസാ നബി പ്രാർത്ഥിച്ച ആ ഘട്ടത്തിൽ റബ്ബ് പറയുകയാണ്, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സന, 40 വർഷക്കാലം നിങ്ങൾക്ക് ഈ നാട്, ആ നാട് ഹറാമായിരിക്കും. നിങ്ങൾക്കിന് 40 കൊല്ലക്കാലം ആ നാട്ടിലേക്ക് അടുക്കാൻ കൂടി കഴിയുകയില്ല. യതീഹൂന ഫിൽ അർള്, അലഞ്ഞോളൂ, ഭൂമിയിലൂടെ നിങ്ങൾ അലഞ്ഞു നടന്നോളൂ. ഫലാ തഅസാലൽ ഖൗമിൽ ഫാസിഖീൻ,
ഒരിക്കലും തെമ്മാടികളായ ഒരു ജനതയുടെ കാര്യത്തിൽ നീ നിരാശ വെക്കേണ്ടതില്ല. ഖുർആൻ പറയുകയാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, ആ ചരിത്രം പറയുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല നാടിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന നാടിനെ പറ്റി, നമ്മൾ ചർച്ചക്കെടുക്കുന്ന നാടിനെ പറ്റി. എന്നാൽ അതുകൊണ്ട് അവസാനിച്ചു? വിശുദ്ധ ഖുർആൻ ചർച്ച അവസാനിപ്പിച്ചോ? ഇല്ല. വീണ്ടും ഖുർആൻ പറയുകയാണ്, 40 കൊല്ലം ആ നാട്ടിലേക്ക് പോകാൻ പാടില്ലാത്ത നിലക്ക് ശപിക്കപ്പെട്ട ആ സമൂഹത്തിൽ അല്ലാഹു പിന്നീട് ആ നാട് കീഴൊതുക്കി കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തിന് ശേഷം യൂശുഅ ഇബ്നു നൂൻ എന്ന ഒരു പ്രവാചകനെ സംബന്ധിച്ച് വിശദീകരിച്ച്, ആ പ്രവാചകൻ വഴി ആ നാടിൽ വിജയമുണ്ടാകുവാൻ, ആ നാടിന് വിജയമുണ്ടാക്കി, ആ നാട്ടിൽ ആ സമൂഹത്തിന് കടന്നു ചെല്ലുവാൻ പാകത്തിലുള്ള വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാൻ 137 സൂക്തത്തിൽ വിശദീകരിക്കുന്നു. അവിടെ അല്ലാഹു പറയുന്നു, വഔറസിനൽ ഖൗമല്ലദീന കാനൂ യുസ്തദഅഫൂന മശാരികൽ അർളി വമഗാരിബഹാ അല്ലതീ ബാറക്നാ ഫീഹാ വതമ്മത് കലിമതു റബ്ബികൽ ഹുസ്നാ അലാ ബനീ ഇസ്രായീല ബിമാ സബറു വദമ്മർനാ മാ കാന യസ്നഉ ഫിർഔന വഖൗമുഹു വമാ കാനൂ യഅരിശൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വഔറസിനൽ ഖൗമല്ലദീന കാനൂ യുസ്തദഅഫൂന മശാരികൽ അർളി വമഗാരിബഹാ അല്ലതീ ബാറക്നാ ഫീഹാ. തീർച്ചയായും ആ നാട് അനുഗ്രഹം ചൊരിഞ്ഞ നാട്, ദുർബലന്മാരായ അടിച്ചമർത്തപ്പെട്ട ആ ബനൂ ഇസ്രായേലുണ്ടല്ലോ, ആ ഇസ്രായേൽ സന്തതികൾക്ക് വേണ്ടി നാം ഒരുക്കി കൊടുത്തു. അവരോടുള്ള നമ്മുടെ വാഗ്ദാനം, ആ വാഗ്ദാനം സത്യമായി നാം പൂർത്തിയാക്കി. അവർ ക്ഷമിച്ചതിന്റെ ഫലമായി ആ നാട് നാം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. ഫിർഔനെയും അവന്റെ അനുയായികളെയും നാം ഒതുക്കുകയുണ്ടായി. അങ്ങനെ അവരെ പരിപൂർണമായി ഒതുക്കിക്കൊണ്ട് ഇസ്രായേൽ സന്തതികൾക്ക് തീർച്ചയായും ആ നാട് നാം അന്ന് കീഴൊതുക്കി കൊടുത്തിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട് ഒരുക്കി കൊടുത്തു എന്ന് ഖുർആൻ പറയുകയാണ്. അങ്ങനെ ആ നാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച നാട് വീണ്ടും ചരിത്രത്തിലേക്ക് കടന്നു വന്നു. ആ നാടിന്റെ പ്രാധാന്യം വീണ്ടും ഖുർആൻ പറഞ്ഞു. ഇനിയും വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ആ കാലത്തിന് മുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഫലസ്തീൻ കടന്നു വരികയാണ്, മസ്ജിദുൽ അഖ്സ കടന്നു വരികയാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ജിന്നുകളുടെ മേൽ പോലും അധികാരമുണ്ടായിരുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ആ നാടുമായി ബന്ധപ്പെട്ട് മസ്ജിദുൽ അഖ്സയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു. ഖുർആൻ അത് പറയുന്നു, നമുക്കറിയാം. ഇനിയും പരിശോധിച്ചോളൂ. മഹദിയായ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, അതുപോലെ തന്നെ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ, ഇവിടെയെല്ലാം ഖുർആൻ ആ നാടുമായി ബന്ധപ്പെടുന്നു. ആ നാടുമായി നമ്മുടെ മനസ്സിനെ ബന്ധപ്പെടുത്തുന്നു. ഖുർആൻ പറയുന്നു, ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അന്തസ് സമീഉൽ അലീം. ഇമ്രാന്റെ പുത്രി, ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം എന്താണ്? ഇമ്രാന്റെ ഭാര്യ പറഞ്ഞത്, ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി. നാദാ, എന്റെ ഗർഭാശയത്തിലുള്ളത് ഞാനതിനെ നേർച്ചയാക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കുകയാണ്. ഫതഖബ്ബൽ മിന്നി, എന്നിൽ നിന്ന് നീ അത് കബൂലാക്കണം, സ്വീകരിക്കണം. അങ്ങനെ മഹാനായ ഇമ്രാന്റെ ഭാര്യ നേർച്ചയാക്കി എന്ന് ഖുർആൻ പറയുകയാണ്. അങ്ങനെ ഫലമ്മാ വദഅത്ഹാ, ആ ഇമ്രാന്റെ ഭാര്യ പ്രസവിച്ചപ്പോൾ, ഖാലത്ത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, അവര് പറയുകയാണ്, നാഥ, ഞാൻ പ്രസവിച്ചതൊരു പെൺകുട്ടിയാണല്ലോ, ഞാനാകട്ടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആ മകളെ, ആ കുട്ടിയെ നേർച്ചയാക്കിയിട്ടുമുണ്ടല്ലോ. വല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ ദക്കറു കൽ ഉൻസാ. സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത്, ഇമ്രാന്റെ ഭാര്യ പറയുകയാണ്, നാഥ, ഇന്നി വദഅതുഹാ ഉൻസാ, ഞാൻ പ്രസവിച്ചതൊരു പെൺകുട്ടിയാണല്ലോ. വല്ലാഹു അഅലമു ബിമാ വദഅത് വലൈസ ദക്കറു കൽ ഉൻസാ, തീർച്ചയായും ഞാൻ പ്രസവിച്ചതിനെ സംബന്ധിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. ഒരിക്കലും ആണ് പെണ്ണിനെ പോലെയല്ല, പെണ്ണാണിനെ പോലെയുമല്ല.
വഇന്നി സമ്മൈതുഹാ മറിയം, അവൾക്ക് ഞാൻ മറിയം എന്ന് പേര് വെക്കുകയാണ്. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, അവളെയും അവളുടെ സന്തതികളെയും പിശാച് സ്പർശിക്കുന്നതിൽ നിന്ന്, പിശാച് അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം ചോദിക്കുകയാണ്. അല്ലാഹു പറയുകയാണ് ഫതഖബ്ബലഹാ റബ്ബുഹാ, ആ മറിയമിനെ അല്ലാഹു കബൂൽ ചെയ്തു, സ്വീകരിച്ചു. ബിഖബൂലിൻ ഹസൻ, ഏറ്റവും നല്ല കബൂൽ, ഏറ്റവും നല്ല സ്വീകാര്യത മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് നാം നൽകുകയുണ്ടായി എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആ മറിയം അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെടുകയാണ്, മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട് കഴിച്ചുകൂട്ടുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു വകഫലഹാ സക്കരിയ, ആ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഏറ്റെടുക്കുന്നു. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാധ്യത ഏറ്റെടുക്കുകയാണ്. അങ്ങനെ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലുമ്പോഴെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹമായി, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കറാമത്തായി അള്ളാഹു ധാരാളം കായ്കനികൾ നൽകുന്നു, ഫലങ്ങൾ നൽകുന്നു, പഴങ്ങൾ നൽകുന്നു. സക്കരിയ നബി എപ്പോഴും മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ ഭക്ഷണ വിഭവങ്ങൾ കാണുമ്പോൾ സക്കരിയ നബി ചോദിക്കുന്നു അന്നാ ലക്കി ഹാദാ, എവിടുന്നാണ് മറിയമേ നിനക്ക് ഈ ഭക്ഷണങ്ങൾ, എവിടുന്നാണ് മറിയമേ നിനക്ക് ഈ കായ്കനികൾ? ആ സമയത്ത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാം നൽകിയ മറുപടി ഖുർആൻ പറയുകയാണ് ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മയ്യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നവനാണ്, കണക്കില്ലാതെ നൽകുന്നവനാണ്. പക്ഷേ ഖുർആൻ ചരിത്രം അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ഖുർആൻ വീണ്ടും പറയുകയാണ് ഹുനാലിക ദഅ സക്കരിയാ റബ്ബഹു, അവിടെ വെച്ചുകൊണ്ട് സക്കരിയ നബി തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുങ്ക ദുർരിയതൻ ത്വയ്യിബാ, നാഥാ നിന്നിൽ നിന്ന് ഒരു നല്ല സന്താനം എനിക്കുണ്ടാകണം നാഥാ, ഒരു നല്ല സന്താനത്തെ നീ പ്രദാനം ചെയ്യണം നാഥാ. ഇന്നക സമീഉദ് ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥന സ്വീകരിക്കുന്നവനാണ്. ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമാതിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ് ആ സമയത്ത് സക്കരിയ നബി റബ്ബിനോട് മസ്ജിദുൽ അഖ്സയിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, ആ ദുആക്ക് ശേഷം സക്കരിയ നബി അലൈഹിസ്സലാം നമസ്കാരം നിർവഹിച്ചുകൊണ്ട് മെഹ്റാബിൽ നിൽക്കുന്ന ഘട്ടത്തിൽ, മെഹ്റാബിൽ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഘട്ടത്തിൽ മലക്കുകൾ വിളിച്ചുകൊണ്ട് പറയുന്നു ഓ സക്കരിയ അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ, യഹ്യ എന്ന ഒരു മകനെ കൊണ്ട് നിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എങ്ങനെയുള്ള യഹ്യ? മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ, അല്ലാഹുവിന്റെ കലിമത്തുകളെ സത്യപ്പെടുത്തുന്ന നേതാവായ, അങ്ങേയറ്റം അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന നബിയായ യഹ്യ എന്ന ഒരു സന്താനത്തെ കൊണ്ട് താങ്കൾക്ക് നാം സുവിശേഷം അറിയിക്കുകയാണ് എന്ന അള്ളാഹുവിന്റെ ആ സന്തോഷ വാർത്ത മലക്കുകൾ മഹാനായ സക്കരിയ നബി അറിയിച്ചു എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെ യഹ്യ നബിയുടെ ചരിത്രവുമായി ഫലസ്തീൻ ബന്ധപ്പെടുന്നു, സക്കരിയ നബിയുടെ ജീവിതവുമായി ഫലസ്തീൻ ബന്ധപ്പെടുന്നു, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്നു, മറിയമിന്റെ മാതാപിതാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നു, മറിയമിന്റെ പുത്രൻ മഹാനായ ഈസാ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്നു, ഇബ്രാഹിം നബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നു, ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ജീവിതവുമായി ബന്ധപ്പെടുന്നു, യാക്കൂബ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നു, യൂസുഫ് നബിയുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ പ്രവാചകന്മാർ ആ പ്രവാചക ശൃംഖല വളരെ കൃത്യമായി ആ നാടുമായി ബന്ധപ്പെട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്നത് കാണാം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നാടുമായി ബന്ധപ്പെടുന്നു. പ്രവാചകന്റെ ചരിത്രവും കടന്നു പോകുന്നത് ആ വഴിക്കാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും കടന്നു പോകുന്നത് ആ വഴിക്കാണ്. ആ ബന്ധം റബ്ബ് സുബ്ഹാനഹു വ തആല
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും കോർത്തു കൊടുക്കുകയാണ്. അതിനൊരു ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞത്. മഹാനായ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം. ഒറ്റ രാത്രി കൊണ്ട് വിശുദ്ധമായ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സ നിലനിൽക്കൊള്ളുന്ന ഫലസ്തീനിലേക്ക് ഒരു പ്രയാണം നടത്തിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല. ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ നിശായാത്ര വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞുവല്ലോ. അതേ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗല. നാം അനുഗ്രഹിച്ച പുണ്യനാട്ടിലേക്ക് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ ഒരു രാത്രി കൊണ്ട് യാത്രയാണം നടത്തിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ആ നാട് ബന്ധപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്നുണ്ട്. ഊതീതു ബിൽ ബുറാഖ് വഹുവ ദാബത്തുൻ അബിയദ് തവീലുൻ ഫൗഖൽ ഹിമാർ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അതിനുവേണ്ടി പ്രത്യേകമായ വാഹനം തന്നെ ഒരുക്കപ്പെട്ടു. പ്രത്യേകമായൊരു വാഹനം തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകാൻ ഒറ്റ രാത്രി കൊണ്ട് യാത്ര ചെയ്ത് അവിടെ എത്താനുള്ള പ്രത്യേകമായൊരു വാഹനം തന്നെ ഒരുക്കപ്പെട്ട് കൊണ്ടുവന്നു. മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ നടത്തുകയാണ് ആ നാട്ടിലേക്ക്, ആ പുണ്യപ്രദേശത്തേക്ക്. അതുകൊണ്ട് മാത്രം അവസാനിച്ചോ ആ നാടുമായുള്ള ബന്ധം? ഒരിക്കലുമില്ല. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം മുസ്ലിമും ആ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് പ്രവാചകൻ പറയുന്നത്? ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. ലാ തുശദ്ദുർ റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. 3 പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ തീർത്ഥാടനം ഉദ്ദേശിച്ച് പുണ്യമുദ്ദേശിച്ച് യാത്ര പോകാൻ പാടില്ല. തീർത്ഥാടനം നടത്താൻ വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ട 3 പള്ളികളേയുള്ളൂ. ആ പള്ളികൾ ഏതാണ്? ഒന്നൽ മസ്ജിദുൽ ഹറാം. അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമാണ് മക്കത്തെ പള്ളി. അങ്ങോട്ട് തീർത്ഥാടനം പോകാം മുസ്ലിങ്ങൾക്ക്. അങ്ങോട്ട് പുണ്യമുദ്ദേശിച്ച് പ്രത്യേകമായ പുണ്യമുദ്ദേശിച്ച് തീർത്ഥാടനം പോകാം. വാഹനമൊരുക്കി തീർത്ഥാടനം നടത്താം മസ്ജിദുൽ ഹറമിലേക്ക്. രണ്ടാമത്തെ പള്ളിയോ മുഹമ്മദ് നബി പറയാണ് മസ്ജിദുർ റസൂൽ, എൻ്റെ ഈ മദീനത്തെ പള്ളി. മസ്ജിദുർ റസൂൽ, മസ്ജിദുൻ നബവി, പ്രവാചകന്റെ പള്ളി. ആ രണ്ടാമത്തെ പള്ളിയിലേക്കും നിങ്ങൾക്ക് തീർത്ഥാടനം പോകാം. മുസ്ലിം സമൂഹത്തിന് തീർത്ഥാടനം അനുവദിക്കപ്പെട്ട 3ാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സ, ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. തീർത്ഥാടനം അനുവദിക്കപ്പെട്ട 3ാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സയാണെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. വിശ്വാസികളുടെ മുഴുവൻ, അവരുടെ ജീവിതം മുഴുവനുമായി ആ നാട് ബന്ധപ്പെടുകയാണ്. മുഴുവൻ ആളുകളുടെയും വിശ്വാസികളുടെയും ജീവിതവുമായി ബന്ധപ്പെടുകയാണ്. എത്രത്തോളം മക്ക വിശ്വാസി സമൂഹവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, മദീന എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ മസ്ജിദുൽ അഖ്സയും വിശ്വാസികളുടെ ജീവിതവുമായി ബന്ധപ്പെടുകയാണ്. അവരുടെ മതത്തിന്റെ ഭാഗമായി, ഈമാനിന്റെ ഭാഗമായി, ഇസ്ലാമിന്റെ ഭാഗമായി അവരുമായി ബന്ധപ്പെടുകയാണ്. പലപ്പോഴും ആളുകൾ ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഫലസ്തീനെ പറ്റി പറയുമ്പോൾ വികാരം ഉളവാക്കുന്ന രൂപത്തിൽ കുറെ പരാമർശങ്ങൾ പറഞ്ഞു പോവുകയെന്നതല്ലാതെ എന്താണ് അതിൻ്റെ ഇസ്ലാമികമായ മാനം അതറിയാൻ പലർക്കും ആഗ്രഹമില്ല. പഠിക്കാൻ അധികം ആളുകൾക്കും ആഗ്രഹമില്ല. അതിൻ്റെ വൈകാരിക തലം മാത്രം അന്വേഷിക്കുന്നവരുണ്ട്. അതന്വേഷിക്കേണ്ടെന്നല്ല പറയുന്നത്. നേരെ മറിച്ച് അത് മാത്രമല്ല അന്വേഷിക്കേണ്ടത്. നമ്മുടെ മനസ്സുമായി, നമ്മുടെ ഈമാനുമായി, നമ്മുടെ ഇസ്ലാമുമായി ആ നാടിലുള്ള ബന്ധം എന്താ നമ്മൾ തിരിച്ചറിയണം. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിൽ തന്നെ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാടുമായി ബന്ധപ്പെടുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിലേക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം എത്തിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടുകയാണ്. മാത്രമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ച പല സംഭവവികാസങ്ങളുമായി ആ നാട് ഇസ്രാ അല്ലാത്ത നിലക്ക് തന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ആളുകളെ നേതാക്കന്മാരായി നിശ്ചയിച്ചുകൊണ്ട് ഒരു സൈന്യത്തെ നിയോഗിച്ചത്. മുഅ്തദ് യുദ്ധം എന്നറിയപ്പെടുന്ന ആ യുദ്ധം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് ധാരാളം കീർത്തി നേടിക്കൊടുത്ത ആ യുദ്ധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നടന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ തന്നെയും നിശ്ചയിച്ചുകൊണ്ട് മുഅ്തദ് എന്ന പ്രദേശത്തേക്ക് നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രദേശം ഈ പറയപ്പെട്ട ഫലസ്തീനുമായി അടുത്തു നിൽക്കുന്ന പ്രദേശമാണ്. മദീനയെ ആക്രമിക്കുവാൻ അവിടെയുള്ള ചില ആളുകൾ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ മദീനയുടെ ഭരണാധികാരിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തടയിടുവാനുള്ള ഒരു പരിശ്രമം. രണ്ടാമത് നമുക്കറിയാം
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് പുറപ്പെട്ട ഒരു സന്നാഹമുണ്ടായിരുന്നു. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കിയ യുദ്ധ സന്നാഹം. ആ തബൂക്കിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോവുകയാണ്. ആ തബൂക്കിലേക്ക് പോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും ദിവസങ്ങൾ അവിടെ താമസിക്കുകയുണ്ടായി. ഒരു യുദ്ധമൊഴിവായി അവർ മടങ്ങി വന്നു എന്നത് നമ്മൾ ചരിത്രത്തിൽ വായിച്ചവരാണ്, പഠിച്ചവരാണ്. ആ നിലക്കുള്ള നീക്കങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി തന്നെ ആ നാടിന്റെ സമുദ്ധാരണം, ആ നാടിന്റെ മാറ്റം, ആ നാടിന്റെ ഇസ്ലാമിയത്ത് പ്രതീക്ഷിച്ചിരുന്നു എന്നതായി ചരിത്രം സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ചരിത്ര പണ്ഡിതന്മാർ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരുക്കം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഒരുക്കിയ ഒരു സൈന്യം, ആ സൈന്യം എവിടത്തേക്കുള്ള സൈന്യമായിരുന്നു? ഫലസ്തീനിലേക്ക്, ആ നാട്ടിലേക്ക്, ആ ശാമിലേക്ക് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെ ഒരുക്കി വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൈന്യം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് രോഗശയ്യയിലായി രോഗാവലംബനായി മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പനി ബാധിച്ച് പ്രവാചകൻ ഏറ്റവും ശക്തമായ പനി ബാധിച്ച ഘട്ടമുണ്ടായി എന്ന് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിച്ചത് കാണാം. ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രാധാന്യം. വലിയ പ്രായമെത്തിയ പക്വതയെത്തിയ ഒരാളല്ല ഉസാമത്ത് ബിൻ സെയ്ദ്. വളരെ ചെറിയൊരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഉഹദിന്റെ രണാങ്കണത്തിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രണാങ്കണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ പ്രവാചകൻ ഉഹദിന്റെ അണികളെ നിരത്തുമ്പോൾ, ഉഹദ് യുദ്ധത്തിന് വേണ്ടിയുള്ള അണികളെ നിരത്തുമ്പോൾ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു എന്നൊരു ചെറിയ കുട്ടിയാണ്. ആ കുട്ടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ എനിക്കും വരണം, ഞാനും വരികയാണ്. ഈ നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ഈ നാടിനെ ആക്രമിക്കാൻ വരുന്നവരുമായി യുദ്ധം ചെയ്യാൻ ഞാൻ ഒരുക്കമാണെന്ന ഭാവത്തിൽ ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന കുട്ടി ഉഹദിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. ആ സമയത്ത് തന്റെ കാലിങ്ങനെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ആളുകൾക്കൊപ്പം പൊക്കമൊപ്പിക്കാൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പരിശ്രമിച്ചതായി ചരിത്രത്തിൽ കാണാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പറ്റിയത് യുദ്ധമല്ല, ഇത് യുദ്ധം കുട്ടികൾക്കുള്ളതല്ല, അതുകൊണ്ട് മടങ്ങിപ്പോകണം. ഉസാമത്ത് ബിൻ സെയ്ദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയി എന്ന് ചരിത്രത്തിൽ കാണാം. ഏതായാലും സഹോദരങ്ങൾ മനസ്സിലാക്കണം, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് തൊട്ടു മുമ്പ് ഒരു സൈന്യത്തെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരുക്കി നിർത്തി എന്ന് മാത്രമല്ല, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് അതിനെ സംബന്ധിച്ച്, വലമ്മ സഖുല അലൻ നബിയില്ലാഹി അൽ മറദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ സമയത്ത് രോഗം കഠിനമായി വഅഖബല അന്നാസു മഈ വഅഖബൽതു അലൈഹി വഅഖബല അന്നാസു മഈ, ഞാൻ മുഹമ്മദ് നബിയിലേക്ക് തിരിഞ്ഞു, മുഹമ്മദ് നബിയെ കാണാൻ, മുഹമ്മദ് നബിയെ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങി. എൻ്റെ കൂടെ കുറെ ആളുകളും ഉണ്ടായിരുന്നു. ഫദഖൽതു അലൈഹി ഫവജദ്തുഹു ഖദ് സമത ഫമാ യതകല്ലമു മിൻ വത്അത്തിദ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നു. പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുഹമ്മദ് നബിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നെ ഒരു സൈന്യത്തിന്റെ നേതാവായി ഒരുക്കി നിർത്തിയ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് രോഗാവലംബനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അങ്ങ് കടന്നു ചെല്ലുമ്പോൾ മുഹമ്മദ് നബിക്ക് ആ രോഗത്തിന്റെ പ്രയാസം കൊണ്ട്, കാഠിന്യം കൊണ്ട് മുഹമ്മദ് നബിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലും ഫജഅല യർഫഉ യദഹു ഇലസ്സമാ സുമ്മ യളഉഹാ അലൈ, ആ സമയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് കരങ്ങളും വാനലോകത്തേക്ക് പ്രവാചകൻ ഉയർത്തുകയുണ്ടായി. എന്നിട്ട് ആ കൈ എൻ്റെ മേൽ വെച്ചു. ഫഅറഫ്തു അന്നഹു യദ്ഉലി, ഞാൻ മനസ്സിലാക്കി, പ്രവാചകന്റെ ആ പ്രകടനത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുകയുണ്ടായി, അത് മറ്റൊന്നുമായിരുന്നില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വേണ്ടി ദുആ ചെയ്തതാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവർത്തനത്തിലൂടെ എനിക്ക് മനസ്സിലായി എന്ന് മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്നാൽ ആ പ്രവർത്തനം കഴിഞ്ഞു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് ആ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു. ഇസ്ലാമിക ഖിലാഫത്ത് ഒന്നാം ഖലീഫ
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ സമയത്ത് ബൈഅത്ത് പൂർത്തിയാക്കപ്പെട്ടു. വിശ്വാസികളായ മുഴുവൻ ആളുകളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്തു, ഖലീഫയായി തിരഞ്ഞെടുത്തു. അങ്ങനെ ഖലീഫയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ആദ്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം വതമ്മത്തിൽ ബൈഅത്തു ലി അബീ ബക്കർ ഫഅമറ ബിഇൻഫാദി ബഅതി ഉസാമ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി നിർവഹിക്കാനുണ്ടായിരുന്ന ഡ്യൂട്ടി ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ പ്രവാചകൻ ഒരുക്കി നിർത്തിയ ആ സൈന്യത്തെ ആ ഫലസ്തീനിലേക്ക് വിടുക എന്നതാണ്, ആ നാട്ടിലേക്ക് വിടുക എന്നതാണ്. പക്ഷേ ചില ആളുകൾ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ചില അൻസാറുകൾ പറഞ്ഞു ഉസാമത്ത് ഇബ്നു സെയ്ദ് പ്രായപക്വതയില്ലാത്ത ആളാണ്, വലിയ പ്രായമുള്ള അനുഭവ സമ്പത്തുള്ള ആളല്ല, യുദ്ധതന്ത്രം അനുഭവത്തിലൂടെ പഠിച്ച ആളല്ല, വളരെ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. ആ ചെറുപ്പക്കാരനെ മാറ്റി അദ്ദേഹത്തെക്കാൾ പ്രായപക്വതയുള്ള അനുഭവ സമ്പത്തുള്ള മറ്റാരെയെങ്കിലും നേതാവാക്കിക്കൂടെ എന്നൊരു ചർച്ച മഹാന്മാരായ അൻസാറുകൾക്കിടയിൽ തന്നെ ഉണ്ടായി. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നേരിട്ടത് അവതരിപ്പിക്കാൻ അവർക്കൊരു ഭയം. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവർ വിവരം ധരിപ്പിച്ചു. ഉസാമത്ത് ഇബ്നു സെയ്ദിനെ ആ നേതൃത്വത്തിൽ നിന്ന് മാറ്റിയിട്ട് അനേക്കാൾ പ്രായപക്വതയുള്ള മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്തുകൂടായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ശരിയാണ് എന്ന് തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് അൻസാറുകളുടെ ഈ അഭിപ്രായം പറഞ്ഞു. അൻസാറുകൾ പ്രകടിപ്പിച്ച ഈ അഭിപ്രായം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ പൊതുവെ ശാന്തശീലനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്തുണ്ടായ അദ്ദേഹത്തിന്റെ പ്രതികരണം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. വമാ ഇൻ സമിഅ സിദ്ദീഖു മിൻ ഉമറ റിസാലത്തൽ അൻസാർ ഹത്താ വസബ ലഹാ വകാന ജാലിസ വഅഖദ ബിലിഹ്യത്തിൽ ഫാറൂഖ് وقال مغلبا سكلتك أمك وعدمتك يا ابن الخطاب استعمله رسول الله وتأمرني أن أنزعه. എന്ത് പറ്റി? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ അഭിപ്രായം അവതരിപ്പിച്ചപ്പോൾ തന്നെയും അദ്ദേഹം ചാടി എണീറ്റു. വകാന ജാലിസൻ, അദ്ദേഹം ഇരിക്കുന്നിടത്ത് നിന്ന് ചാടി എണീറ്റിട്ട് വഅഖദ ബിലിഹ്യത്തിൽ ഫാറൂഖ്, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദാടിക്ക് പിടിച്ചു. വകാന മുഗ്ലബ, അങ്ങേറ്റം ദേഷ്യത്തിലായിരുന്നു അന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, എന്തു പറ്റി ഉമർ? എന്താണ് നീ പറയുന്നത് ഉമർ? ഇസ്തഅമലഹു റസൂലുള്ളാഹ് വതഅമുറുനി അൻ അൻസിഅഹ്. മുഹമ്മദ് നബി ഏൽപ്പിച്ച ഒരു നേതാവിനെ നീക്കാൻ നീ എന്നോട് കൽപ്പിക്കുന്നുവോ ഉമർ? വല്ലാഹി ലാ യകൂനു ദാലിക്, അല്ലാഹുവിനെ തന്നെ സത്യം, അതുണ്ടാവുകയില്ല. മുഹമ്മദ് നബി ഉസാമ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉസാമയുടെ നേതൃത്വത്തിൽ തന്നെയും ആ നാട്ടിലേക്ക് ആ സൈന്യം പുറപ്പെടും. ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് ആ നേതൃത്വത്തിലുള്ള സൈന്യം തന്നെയും പുറപ്പെട്ടു, വിജയം വരിച്ചു. ആ നാട് മാത്രമല്ല അതിന്റെ ചുറ്റുഭാഗങ്ങളിലും വിജയം വരിച്ചു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ വലിയ വ്യത്യാസമില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടത്തിൽ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ ഒരു ദഅവാ സംഘം, ഒരു പ്രബോധന സംഘം ശാം എന്ന പ്രവിശ്യയിലേക്ക് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം കടന്നു ചെല്ലുകയാണ്. ഒരു പ്രത്യേകമായ ഒരു സംഘത്തെ വിശുദ്ധ ഇസ്ലാം ദഅവത്ത് ചെയ്യാൻ, ആ നാട്ടിലെത്തിച്ചു കൊടുക്കാൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് അവരെ അറിയിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം അവർക്ക് ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഓതിക്കൊടുക്കാൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു സംഘം ഷാമിലേക്ക് പോയി, ഫലസ്തീനിലേക്ക് പോയി. വളരെ സമാധാന ചിത്തരായി ആ നാട്ടിൽ ചെന്നുകൊണ്ട് വിശ്വാസി സമൂഹം അവരോട് ദഅവത്ത് നടത്തുകയാണ്. എന്നാൽ ആ സമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആ നാടിന്റെ അധീശാധികാരം ക്രൈസ്തവ സമൂഹത്തിന്റെ കയ്യിലായിരുന്നുവെന്ന് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് പല ആളുകളും എതിർപ്പ് പ്രകടിപ്പിച്ചു. വിശ്വാസി സമൂഹത്തെ ആ നാട്ടിൽ ദഅവത്ത് നടത്താൻ അനുവദിക്കാതെ പലതരത്തിലുള്ള തടസ്സങ്ങളും സൃഷ്ടിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആ നാട്ടിലേക്ക് പോയി ആ സംഘം വിവരമറിയിച്ചു. ഞങ്ങൾക്ക് ചില പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ദഅവത്ത് നടത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട്
ഞങ്ങൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കണം. അങ്ങനെയാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന ധീരനായ അങ്ങേയറ്റം പ്രായപക്വതയുള്ള ഒരു സഹാബിയുടെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ഫലസ്തീനിലേക്ക് അയക്കുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അവിടെ ചെന്നു. ചെറിയ ചെറിയ പോരാട്ടങ്ങൾ ഉണ്ടായി, സംഘടനകൾ ഉണ്ടായി. പക്ഷേ വളരെ വേഗത്തിൽ ഒരു സന്ധി സംഭാഷണത്തിലേക്ക് ചർച്ച തിരിഞ്ഞു. ആ നാട്ടിലുള്ള ക്രൈസ്തവ സമൂഹം പറഞ്ഞു, ഞങ്ങളൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, ഞങ്ങളൊരു യുദ്ധത്തിന് ആഗ്രഹിക്കുന്നില്ല, നേരെ മറിച്ച് ഞങ്ങളൊരു സന്ധി സംഭാഷണത്തിന് ഒരുക്കമാണ്, ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ ഒരുക്കമാണ്. എന്നിട്ട് അവർ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുമായി ചർച്ച നടത്തിക്കൊണ്ട് പറഞ്ഞു, ഈ നാട്ടിൽ നിങ്ങൾ കടന്നു വരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് ആനന്ദമുണ്ട്. ഈ നാടിന്റെ അധികാരം ഞങ്ങൾ നിങ്ങൾക്ക് തന്നെയും കൈമാറാൻ ഒരുക്കവുമാണ്. പക്ഷേ അതിന് ഞങ്ങൾക്കൊരു ഉപാധി നിങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ കിസ്റയെയും കൈസറിനെയും ഭയപ്പെടുത്തിയ ആ ഉമർ നേർക്കുനേരെ ഇവിടെ വരണം, ഈ നാട്ടിൽ വരണം. നാട്ടിൽ വന്നാൽ അദ്ദേഹവുമായി ഞങ്ങൾ സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടാൻ ഒരുക്കമാണ്. ഈ നാട് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ഒരുക്കമാണ്. അന്നത്തെ ക്രൈസ്തവ സമൂഹം അത് പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണാം. ചരിത്രം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിവരമറിഞ്ഞു. അദ്ദേഹം ഫലസ്തീനിലേക്ക് വരാൻ തയ്യാറായി, ഒരുങ്ങി. ചരിത്രത്തിൽ വളരെയധികം ആനന്ദമുണ്ടാക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന രംഗം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വരവാണ്. ചരിത്രത്തിൽ നമുക്കത് കാണാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ഫലസ്തീനിലേക്ക് വരുന്നത്. ഒരേ ഒരു വാഹനം മാത്രം, കണ്ടം വെച്ച കോട്ടിട്ടുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നത്. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. ഒരാളിങ്ങനെ കുറെ നടക്കും. ആ സമയത്ത് മറ്റേയാൾ വാഹനത്തിന്റെ മുതുകത്തുണ്ടാകും, തൻ്റെ ഒട്ടകപ്പുറത്ത് അല്ലെങ്കിൽ കുതിരയുടെ പുറത്തുണ്ടാകും. അങ്ങനെ അയാൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ അയാൾ മുകളിലുള്ള ആളെ വാഹനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങും, എന്നിട്ട് അടുത്ത ആൾ കയറിയിരിക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞുമാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവും ഉസാമത്ത് ബിൻ സൈദ് എന്ന അടിമയും കൂടി ഫലസ്തീനിലേക്ക് തിരിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാം. ഫലസ്തീൻ്റെ ബൗണ്ടറിയിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഫലസ്തീനിൻ്റെ അതിർത്തിയിൽ ചുറ്റും കൂടിയ ആളുകൾ, ഫലസ്തീനികളായ ആളുകൾ, അവർ പറഞ്ഞു, അതെ അമീറുൽ മുഅ്മിനീൻ വരുന്നു എന്ന് പറയാനുള്ള ദൗത്യ സംഘം ആദ്യം ഇതാ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അമീറുൽ മുഅ്മിനീന്റെ വരവ് അറിയിക്കുന്ന സംഘം ആദ്യം ഇതാ എത്തുന്നുണ്ട്. രണ്ടുപേര് വരുന്നുണ്ട്. ആ രണ്ടുപേരൊന്നിച്ച് കടന്നു വരുമ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങൾ വിചാരിച്ചത് അമീറുൽ മുഅ്മിനീൻ വരുന്നുണ്ട്, ഉമർ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ വന്ന ഏതോ ഒരു ദൗത്യ സംഘമാണ് എന്നവർ തെറ്റിദ്ധരിച്ചിട്ടാണ് അത് പറയുന്നത്. പക്ഷേ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു എന്ന വിവരം വളരെ വൈകിയാണ് അവർ അറിഞ്ഞത്. വിശ്വാസികൾ എല്ലാവരും എണീറ്റ് അമീറുൽ മുഅ്മിനീന് സലാം പറഞ്ഞ് സ്വാഗതം അരുളുമ്പോഴാണ് ആളുകൾ അത്ഭുതപ്പെട്ടുകൊണ്ട് മൂക്കത്ത് വിരൽ വെക്കുന്നത്. ഇതെന്താണ് ഈ കാണുന്നത്? എന്താണ് ഈ കാണുന്നത്? ലോകം തന്നെയും ഭയപ്പെടുന്ന, ലോകം തന്നെയും പ്രശംസിക്കുന്ന, ലോകം തന്നെയും ബഹുമാനിക്കുന്ന, ലോകം തന്നെയും ആദരിക്കുന്ന കിസ്റയെയും കൈസറിനെയും അങ്ങേയറ്റം ശക്തമായി തന്നെ നേരിട്ട ആ ഉമർ, നീതിമാനായ ഭരണാധികാരി എന്ന് ലോകം വിധിച്ച ഉമർ, നീതിയുടെ നിറകുടമായ ഉമർ, ആ ഏറ്റവും നല്ല ഭരണ സംവിധാനം ലോകത്തിന് കാഴ്ചവെച്ച ഉമർ, ഉക്കാല ചന്തയിലെ ആ തെരുവിൽ നിന്ന്, ഉക്കാലയുടെ തെരുവിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ വിഹായസിലൂടെ സഞ്ചരിച്ച് ഏറ്റവും സംശുദ്ധമായ ജീവിതമാർഗം തെരഞ്ഞെടുത്ത് അധികാരത്തിന്റെ ഏറ്റവും ശക്തമായ മേലാപ്പിലിരിക്കുമ്പോഴും വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും സഹിഷ്ണുതയുടെയും നീതിയുടെയും പ്രതീകമായി വർത്തിച്ച ആ ഉമർ തന്നെയാണോ ഇത്? അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അത്ഭുതപ്പെട്ടു. അവർ മൂക്കത്ത് വിരൽ വെച്ചു. അമീറുൽ മുഅ്മിനീൻ അങ്ങോട്ട് കടന്നു ചെന്നു. ആ നാട്ടിലുള്ള ക്രൈസ്തവ സമൂഹവുമായി അദ്ദേഹം ചർച്ച നടത്തി. അവിടുത്തെ ക്രൈസ്തവ നേതാക്കന്മാരുമായി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചർച്ച നടത്തി. ആ നാട്ടിലെ മെത്രാന്മാരുമായി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചർച്ച നടത്തി. ആ സമയത്ത് ആ നാട്ടിലുണ്ടായിരുന്ന, ഫലസ്തീനിലുണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ മൂന്ന് കാര്യങ്ങൾ, കരാറുകളാണ് അവതരിപ്പിച്ചത്. ഈ നാടിന്റെ അധികാരം ഞങ്ങൾ നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളോട് ഞങ്ങൾക്ക് വെക്കാനുള്ള കരാറുകളിൽ ഒന്നാമത്തെ കരാർ,
ഞങ്ങൾ ക്രൈസ്തവ സമൂഹം ഈ നാട്ടിൽ ശക്തമാണ്. ഈ നാട്ടിലെ ശക്തമായ ഈ ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ മതസ്വാതന്ത്ര്യം അനുവദിച്ചു തരണം, നിങ്ങളത് അനുവദിച്ചു തരുമോ എന്ന് ചോദിച്ചു. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മതസ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആ മതസ്വാതന്ത്ര്യത്തിന്റെ കാവലാളായി വർത്തിക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ മതസ്വാതന്ത്ര്യം ഉണ്ടാകും. രണ്ടാമതായി ക്രൈസ്തവ സഹോദരങ്ങൾ, ക്രൈസ്തവ നേതാക്കന്മാർ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച രണ്ടാമത്തെ ഉപാധി, ഇവിടെ ചർച്ചുകൾ നിർമ്മിക്കാൻ, ഞങ്ങളുടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ നിങ്ങൾ ഞങ്ങൾക്ക് അവകാശം തരണം, അധികാരമുണ്ടായിരിക്കണം ഞങ്ങൾക്ക്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംഗീകരിക്കാം, ഞങ്ങൾ ഒരുക്കമാണ്, നിങ്ങൾക്ക് ഇവിടെ ചർച്ചുകൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ടാകും. മൂന്നാമതായി ആ നാട്ടിലെ ക്രൈസ്തവ മെത്രാന്മാർ, അതുപോലെ തന്നെ ക്രൈസ്തവ നേതാക്കന്മാർ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച ഉപാധി, ഈ നാട്ടിൽ ഞങ്ങൾക്ക് ശല്യമായി ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് കഴിയുന്നൊരു വിഭാഗമുണ്ട്, യഹൂദികൾ, ജൂതന്മാർ. ആ ജൂതന്മാരെ ഈ നാട്ടിൽ നിന്ന് കുടിയൊഴിപ്പിച്ചു തരണം. സമ്മതിച്ചു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ മൂന്നാമത്തെ കരാറും, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ആ യഹൂദികളെ, ജൂതന്മാരെ കുടിയൊഴിപ്പിച്ചു തരാനും ഒരുക്കം തന്നെയാണ്. ആ മൂന്ന് ഉപാധികൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അംഗീകരിച്ചപ്പോൾ ആ ഫലസ്തീന്റെ അധീശാധികാരം മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ക്രൈസ്തവ മെത്രാന്മാർ കൈമാറി എന്നത് ഫലസ്തീന്റെ ചരിത്രത്തിൽ കാണാം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം മസ്ജിദുൽ അഖ്സയിലേക്ക് വന്നു. മസ്ജിദുൽ അഖ്സയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറങ്ങിയിട്ട് മസ്ജിദുൽ അഖ്സ, അതിന്റെ ബാറക്ന ഹൗലഹു, അതിന്റെ ചുറ്റും ബർക്കത്ത് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥാനം ഹറം തന്നെയാണ്. മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് പോലെ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് പ്രത്യേകമായി തിരിച്ച ഭാഗമുണ്ട്, ഹറം. ആ ഹറമിൽ ഒരു പള്ളി നിർമ്മിക്കണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് കൽപ്പന പുറപ്പെടുവിച്ചതായി കാണാം. എന്നാൽ ഹിജറ 21 ആ പള്ളി നിർമ്മാണം പിന്നെ നടക്കുന്നത്. അങ്ങനെ ഹിജറ 21 പള്ളി നിർമ്മിച്ചു. മസ്ജിദ് ഉമർ എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നുണ്ട്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെന്ന് അവിടുത്തെ മെത്രാന്മാരുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ നാടിന്റെ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ, ആ നാടിന്റെ ആധിപത്യം ലഭിച്ചു കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കപ്പെട്ട പള്ളി, ആ ഹറം ഭാഗത്ത് തന്നെ മസ്ജിദ് ഉമർ ഉണ്ട്. എന്നിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ക്രൈസ്തവ പുരോഹിതനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ നാടൊന്ന് കാണണം, എനിക്ക് ഫലസ്തീൻ ഒന്ന് ചുറ്റിക്കാണണം, അനുഗ്രഹീതമായി മണ്ണെനിക്കൊന്ന് കാണണം. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ക്രൈസ്തവ പുരോഹിതനോട് തൻ്റെ ആവശ്യം പറയുമ്പോൾ അദ്ദേഹം സമ്മതിക്കുകയാണ്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി അദ്ദേഹം ഫലസ്തീന്റെ മുക്കുമൂലകളിൽ ഇങ്ങനെ നടന്നു. ആ നടക്കുന്ന നടത്തത്തിനിടയിൽ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ ഒരു പാറയുണ്ട്. എൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാപ്രയാണം നടത്തിയ സന്ദർഭത്തിൽ പ്രവാചകനൊരു വാഹനമുണ്ടായിരുന്നു, ബുറാഖ് എന്ന വാഹനം. അത് പറയുമ്പോൾ എൻ്റെ മാന്യ മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ബുറാഖു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിത്രം വരും. ഒരു സുന്ദരിയായ ഒരു സ്ത്രീയുടെ മുഖമുള്ള, ഒരു കുതിരയുടെ ഉടലുള്ള, വളരെ വിശാലമായി നീണ്ടു നിൽക്കുന്ന 2 ചിറകുകളുള്ള ഒരു സുന്ദരിയുടെ കോലത്തിലുള്ളൊരു കുതിര. ആ കുതിരയാണ് ബുറാഖുൻ നബി എന്ന് തെറ്റിദ്ധരിച്ചവർ നമ്മുടെ നാട്ടിലുണ്ട്. അത് ബർക്കത്തിനായി വീട്ടിൽ ചില്ലിട്ട് സൂക്ഷിച്ചവരുമുണ്ട്. ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അത് ബുറാഖാണെന്നതിന് തെളിവൊന്നുമില്ല. എന്നാൽ നബിക്കൊരു ബുറാഖുണ്ടായിരുന്നു, പ്രവാചകന്റെ ഒരു വാഹനമുണ്ടായിരുന്നു. അതിതല്ല, ഇതല്ലാത്തൊരു വാഹനം. ആ ബുറാഖിനെ, ആ വാഹനത്തെ എൻ്റെ പ്രവാചകൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമുമായി ആ രാപ്രയാണം നടത്തിയ ഘട്ടത്തിൽ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തെത്തിയപ്പോൾ ഒരു പാറക്കല്ലിൽ കെട്ടിയിട്ടിരുന്നു എന്ന് എൻ്റെ പ്രവാചകൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാറക്കല്ല് എവിടെയാണ്? അതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നത്. പാറയന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അവസാനം ആ മസ്ജിദുൽ അഖ്സയുടെ കുറച്ചപ്പുറത്തേക്ക് മാറി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാറ കണ്ടു. വേസ്റ്റുകൾ കൊണ്ടുവന്നിരുന്ന
മാലിന്യങ്ങൾ കൊണ്ടുവന്നിടുന്ന ഒരു കേന്ദ്രമായിരുന്നു അന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അടങ്ങാത്ത ഒരു വല്ലാത്തൊരു ആവേശമുണ്ടായി. മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൊണ്ട് മാത്രം കേട്ട് പരിചയിച്ച ആ സ്ഥലം കണ്ടപ്പോൾ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു ആവേശമായി. അദ്ദേഹം ആ പാറക്കല്ലിന്റെ സമീപത്തിരുന്നു. അവിടെയുണ്ടായിരുന്ന മാലിന്യങ്ങൾ മുഴുവൻ വൃത്തിയാക്കി, ചപ്പുചവറുകൾ വൃത്തിയാക്കി, അതിനെ നന്നായി ഒന്ന് നോക്കിക്കണ്ടു. ചരിത്രത്തിൽ നമുക്ക് കാണാം, പിന്നീട് ആ പാറക്കല്ല് നിന്ന സ്ഥലത്താണ് അബ്ദുൽ മാലിക് ബിൻ മർവാൻ ഒരു പള്ളി നിർമ്മിച്ചത്. ഖുബ്ബത്തു സഖ്റ എന്ന പേരിലാണ് ആ പള്ളി അറിയപ്പെടുന്നത്. ഖുബ്ബത്തു സഖ്റ. ഇന്ന് മസ്ജിദുൽ അഖ്സയെ പറ്റി പറയുമ്പോൾ, മസ്ജിദുൽ അഖ്സയെ പറ്റി വിശദീകരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൊക്കെ പ്രദർശിക്കുന്ന ആ നല്ല ആ കുബ്ബയുള്ള, സുന്ദരമായ കുബ്ബയുള്ള ഖുബ്ബത്തു സഖ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പള്ളി പിന്നീട് ആ പാറക്കല്ലിൽ നിന്ന സ്ഥലത്ത് മാലിക് ബിൻ മർവാൻ, മാലിക് ബിൻ മർവാൻ നിർമ്മിച്ച പള്ളിയാണ്. ആ പള്ളി നിർമ്മിച്ചു. ചരിത്രത്തിൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇന്ന് ഫലസ്തീൻ എന്ന് പറയുമ്പോൾ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം തന്നെയും ആ പറഞ്ഞ ചിത്രമാണ്. ഏത് ചിത്രം? ഇപ്പറഞ്ഞ ഖുബ്ബത്തു സഖ്റയുടെ ചിത്രം. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചു അത് ബൈത്തുൽ മുഖദ്ദസ് ആണ്. അതൊരു ജൂതതന്ത്രമാണ്. എന്താ ജൂതതന്ത്രം എന്ന് പറഞ്ഞത്? ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുമ്പോൾ ഖുബ്ബത്തു സഖ്റ കാണിക്കുക. സത്യത്തിൽ ഇത് മസ്ജിദുൽ അഖ്സയല്ല. പക്ഷെ ആളുകൾ പലരും വിചാരിച്ച് ഇത് മസ്ജിദുൽ അഖ്സയാണെന്നാണ്. മീഡിയകൾ മസ്ജിദുൽ അഖ്സ ഫലസ്തീൻ എന്ന് പറയുമ്പോൾ ആദ്യം കാണിക്കുന്ന പള്ളി ഈ പള്ളിയാണ്. ഈ പള്ളി മസ്ജിദുൽ അഖ്സയല്ല, ഇത് ഖുബ്ബത്തു സഖ്റ. ഖുബ്ബത്തു സഖ്റ ആ പാറക്കല്ലിൽ നിന്നെടുത്ത് അബ്ദുൽ മാലിക് ബിൻ മർവാൻ നിർമ്മിച്ച പള്ളി, ആ പള്ളിയാണിത്. എന്താ ഇതിങ്ങനെ മീഡിയകൾ പുറത്തുകൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ, ജൂതതന്ത്രം അറിയുന്ന പലരും അതിനെപ്പറ്റി വിശദീകരിച്ചത്, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിയോണിസത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ ഒന്നാണ് മസ്ജിദുൽ അഖ്സയുടെ തകർച്ച. മസ്ജിദുൽ അഖ്സ അതിൻ്റെ അടിയിലൂടെ തുരങ്കുണ്ടാക്കി തകർക്കാനും അത് നശിപ്പിക്കുവാനുമുള്ള വളരെ ശക്തമായ പരിശ്രമം യഹൂദികളുടെ ഭാഗത്തു നിന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള മസ്ജിദുൽ അഖ്സ തകർക്കാൻ അവരൊരുങ്ങുകയും അങ്ങനെ തകർക്കുകയും ചെയ്യുമ്പോൾ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഞങ്ങൾ ആരും ബൈത്തുൽ മുഖദ്ദസ് തകർത്തിട്ടില്ല, മസ്ജിദുൽ അഖ്സ തകർത്തിട്ടില്ല. മസ്ജിദുൽ അഖ്സ നേരത്തെ കണ്ട കോലത്തിൽ ഖുബ്ബത്തു സഖ്റ അത് ഇങ്ങനെ ഉണ്ട്. ആളുകൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും, പൊതുജനം അങ്ങനെ കരുതിയിട്ടുണ്ടാവും. അത് മസ്ജിദുൽ അഖ്സ തകർന്നിട്ടില്ല, നേരെ മറിച്ച് വേറെന്തോ പൊളിച്ചതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഖുബ്ബത്തു സഖ്റയെ മസ്ജിദുൽ അഖ്സയായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മസ്ജിദുൽ അഖ്സ ഇതാണ്. മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സ എന്ന പള്ളി തീർത്ഥാടനം അനുവദിക്കപ്പെട്ട പള്ളി, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാഇന്റെ രാത്രിയിൽ നമസ്കരിച്ച പള്ളി, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഖുറൈശികൾ സംശയം ചോദിച്ചപ്പോൾ വളരെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കാണിച്ചു കൊടുത്ത പള്ളി, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പുനരുദ്ധരിച്ച പള്ളി, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം നിർമ്മിച്ച പള്ളി മസ്ജിദുൽ അഖ്സ. ആ മസ്ജിദുൽ അഖ്സ ഇതാണ്. ഒരേ ബൗണ്ടറിയിൽ, ഒരേ ഹറമിലാണ്, അധിക വ്യത്യാസമല്ല. രണ്ടും ഒരേ ബൗണ്ടറിയിൽ നമുക്ക് കാണാം. ആ മാപ്പ് പരിശോധിച്ചാൽ, അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ പരിശോധിച്ചാൽ കൃത്യമായി തന്നെ കാണാം ഒരേ ബൗണ്ടറിയും. മസ്ജിദുൽ അഖ്സയും ഖുബ്ബത്തു സഖ്റയും തമ്മിൽ അധിക വ്യത്യാസമില്ല. പക്ഷേ മസ്ജിദുൽ അഖ്സ എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഖുബ്ബത്തു സഖ്റയാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ആ തെറ്റിദ്ധാരണ നീക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ സഹോദരങ്ങൾക്ക് നീക്കി കൊടുക്കുകയും വേണം. മസ്ജിദുൽ അഖ്സ വേറെ, അതുപോലെ തന്നെ ഖുബ്ബത്തു സഖ്റ വേറെ. ഖുബ്ബത്തു സഖ്റ മാലിക് ബിൻ മർവാൻ നിർമ്മിച്ച പള്ളിയാണ്. ഈ നിലക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ യാതൊരുവിധ കലാപങ്ങളുമില്ലാതെ, വഴക്കുകളുമില്ലാതെ, ബഹളങ്ങളുമില്ലാതെ, രക്തച്ചൊരിച്ചിലുകളുമില്ലാതെ വിശ്വാസി സമൂഹം അത് പരിപാലിക്കാൻ തുടങ്ങി. അവിടെ നിങ്ങോട്ടുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഫലസ്തീന്റെ ചരിത്രം, ഏതെല്ലാം തരത്തിൽ ഭരണാധികാരികൾ മാറി മാറി വന്നു. എത്രയെത്രയോ ഭരണാധികാരികൾ ഫലസ്തീനിന്റെ മണ്ണിൽ പിൽക്കാലഘട്ടത്തിൽ മാറി മാറി വന്നു. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെയും ആ നാടിനെ നന്നാക്കുകയല്ലാതെ, ബൈത്തുൽ മുഖദ്ദസിനെ പരിപാലിക്കുകയല്ലാതെ, അതുപോലെ തന്നെ ഖുബ്ബത്തു സഖ്റ നന്നായി പരിപാലിക്കുകയല്ലാതെ, ആ നാട്ടിൽ ക്രൈസ്തവരടങ്ങുന്ന
വ്യത്യസ്ത മതവിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുകയല്ലാതെ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാക്കുകയോ കലാപകലുഷിതമായ സാഹചര്യം ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല. ലോക ചരിത്രത്തിൽ ഇത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലഘട്ട ചരിത്രങ്ങളിൽ അതില്ല, അങ്ങനെ സംഭവമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വിശ്വാസികൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കേന്ദ്രമാണത്. ആ പ്രദേശമെന്ന് വെച്ചാൽ രക്തച്ചൊരിച്ചിലുകൾ ഇല്ലാതാക്കുവാൻ വേണ്ടി വിശ്വാസികൾ ശ്രമിക്കുന്ന നാടാണ്. ആ നാട് മലീമസമാകുവാനോ പ്രശ്നസങ്കുചിതമാകുവാനോ ഒരിക്കലും വിശ്വാസികൾ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് ആ നാട് എപ്പോഴും സമാധാന ചിത്തമായി നിലകൊള്ളണമെന്നാണ് ഏതൊരു വിശ്വാസിയും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കലാപങ്ങളും രക്തച്ചൊരിച്ചിലുകളും ഉണ്ടാകാനുള്ള സാധ്യതകളെപ്പോലും ഇല്ലായ്മ ചെയ്യാൻ കഴിഞ്ഞുപോയ മുസ്ലിം ഭരണാധികാരികൾ വളരെ ശക്തമായി ആ നാട്ടിൽ പരിശ്രമിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഫലസ്തീന്റെ ചരിത്രത്തിൽ വിശ്വാസി സമൂഹം ആ നാട് ഏറ്റവും സുന്ദരമായ രൂപത്തിൽ പരിപാലിച്ചു പോരുന്നതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ഇടക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു പോയ ഒരു കാലയളവുണ്ടായി. എൻ്റെ സഹോദരങ്ങൾ, ചരിത്രമായതുകൊണ്ട് ആ ചരിത്രത്തിന്റെ നാൾ വഴികൾ കൃത്യമായി മനസ്സിലാക്കുവാൻ വേണ്ടി സമാധാനപരമായി തന്നെ അത് കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ശാന്തമായി പറയുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിനു ശേഷം പിന്നീട് മുസ്ലിം ലോകത്തിന്റെ മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെട്ട കാലഘട്ടം AD 1095-ലാണ്. എന്താണ് 1095-ൽ സംഭവിച്ചത്? ഞാൻ വിശദീകരിക്കേണ്ട. ആ വർഷം പറയുമ്പോൾ തന്നെയും ആ കാലത്തിന്റെ ആ സമയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. 1095-ലാണ് ഓർബൻ രണ്ടാമൻ മാർപ്പാപ്പ ക്ലൈമോണ്ടിലെ പ്രാർത്ഥനാ ചടങ്ങിൽ വെച്ചുകൊണ്ട് പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം നടത്തിയത്. എന്തായിരുന്നു ആ മുദ്രാവാക്യം? ജെറുസലേം വീണ്ടെടുക്കാൻ പരിശുദ്ധ യുദ്ധം ചെയ്യുന്നവർക്ക് പാപമോചനമുണ്ട്, ആ യുദ്ധത്തിൽ മരണപ്പെടുന്നവർക്ക് സ്വർഗപ്രവേശമുണ്ട്. അങ്ങനെ ഓർബൻ രണ്ടാമൻ മാർപ്പാപ്പ ക്ലൈമോണ്ടിലെ പ്രാർത്ഥനാ ചടങ്ങിൽ വെച്ചുകൊണ്ട് ജെറുസലേം തിരിച്ചു പിടിക്കുവാൻ ക്രൈസ്തവ സഹോദരങ്ങളോട് ആഹ്വാനം ചെയ്തു. മാത്രമല്ല, കുരിശ് ചുമന്നുകൊണ്ട് തന്നെ പിന്തുടരാത്തവർ എൻ്റെ ശിഷ്യന്മാരല്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ക്രിസ്താബ്ദം 1096 മുതൽ 1271 വരെ നീണ്ടുനിന്ന വളരെ ശക്തമായ കുരിശ് യുദ്ധം നടന്നത്. 2 നൂറ്റാണ്ട് കാലം, 200 കൊല്ലക്കാലം, ഏതാണ്ട് 200 വർഷത്തിനടുത്ത് നീണ്ടുനിന്ന കുരിശ് യുദ്ധം 1096 മുതൽ 1271 വരെ നീണ്ടുനിന്ന 15ഓളം നീക്കങ്ങൾ നടന്ന 15ഓളം വളരെ ശക്തമായ യുദ്ധങ്ങൾ നടന്ന, അതിൽ ശ്രദ്ധേയമായ 8 യുദ്ധങ്ങൾ വേറെ നടന്ന, പ്രകമ്പനം സൃഷ്ടിച്ച, ലോക ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന, ലോക ചരിത്രത്തിൽ വളരെ സുദീർഘമായ കുരിശ് യുദ്ധം. ആ കുരിശ് യുദ്ധം സംഭവിച്ചത് ആ കാലയളവിലാണ്. അങ്ങനെ 8ഓളം വരുന്ന വളരെ ശക്തമായ നീക്കങ്ങൾ നടത്തുകയും ആ നീക്കങ്ങളിലെല്ലാം തന്നെയും മസ്ജിദുൽ അഖ്സ ലക്ഷ്യം വെക്കുകയും മസ്ജിദുൽ അഖ്സ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാണ്. മസ്ജിദുൽ അഖ്സ മുസ്ലിങ്ങൾക്ക് നഷ്ടമായി. ആ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്കറിയാം, അന്ന് ഈജിപ്തിന്റെ അധികാരം ഫാത്തിമിയ ഷിയാക്കൾ കൈയടക്കി വെച്ച ഘട്ടമാണ്. ഷിയാക്കൾ കടന്നു കയറി ഈജിപ്തിൽ കടന്നു വന്ന് മൗലുദുകളെല്ലാം നിർമ്മിച്ച് സുന്നികളുമായി രാഷ്ട്രീയപരമായി പോരടിച്ച് അങ്ങനെ ഷിയാക്കൾ അവിടുത്തെ അധികാരം വാണിരുന്ന ഘട്ടത്തിൽ ആ ഒരു അവസ്ഥ മുതലാക്കിക്കൊണ്ടാണ് ഈ സൈന്യം കടന്നു വന്ന് മസ്ജിദുൽ അഖ്സ ആക്രമിച്ച് കീഴടക്കിയത്. അതിലെല്ലാ നിലക്കുമുള്ള ശക്തമായ ഒരു നീക്കം അവർ നടത്തുകയുണ്ടായിരുന്നു. ഇത്രത്തോളം കുരിശുദ്ധത്തിൽ അത്ഭുതപ്പെടുത്തുന്ന, ഏതൊരു മനുഷ്യനും അത്ഭുതപ്പെട്ടു പോകുന്ന ഒരു സംഭവമുണ്ട്. 1212-ൽ ഫ്രാൻസിൽ നിന്ന് പുറപ്പെട്ട ഒരു കുരിശുപട, ആ കുരിശുപടയിൽ ഒരാൾ പോലും മുതിർന്നവരുണ്ടായിരുന്നില്ല എന്നതാണ്. എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് കുട്ടികൾ മാത്രം. ആ കുട്ടികളെ അണിനിരത്തിക്കൊണ്ട് രൂപവൽക്കരിച്ച സൈന്യം. മാർസൽസ് എന്ന തുറമുഖം വരെ ആ സൈന്യമെത്തി. ആ തുറമുഖം എത്തിക്കഴിഞ്ഞപ്പോ കുട്ടികളാണ്, അവർക്ക് യുദ്ധം പരിചയമില്ല, പക്ഷെ അവർ നാട് ചിന്ന ഭിന്നമായി പിന്തിരിഞ്ഞോടി എന്നാണ്.
എന്തിനാണ് ഈ ഒരു കുട്ടിപ്പട്ടാളം, എന്തിനാണ് ഈ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ സൈന്യം? ആ സൈന്യം എന്തിനെന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഏതൊരു മനുഷ്യനെയും അത്ഭുതപ്പെടുത്തുന്നത്. അതിന് കാരണമായി പറഞ്ഞത് മുതിർന്നവർ പാപം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ദൈവസഹായം നമുക്ക് പലപ്പോഴും വിജയമായി ലഭിക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾ പാപം ചെയ്യാത്തവരാണ്, ദൈവസഹായം കിട്ടാൻ വേണ്ടി കുട്ടികളെ ഇറക്കിയതാണ് എന്ന് പോലും ന്യായീകരണം ഉണ്ടായി എന്നാണ്. പിൽക്കാലഘട്ടത്തിൽ ക്രൈസ്തവ ചരിത്ര പണ്ഡിതന്മാർ പോലും വളരെയധികം വിമർശനാത്മകമായി ആ കാലഘട്ടത്തെ വിശദീകരിക്കും നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആ സുദീർഘമായ കാലയളവിൽ കുരിശ് യുദ്ധം നടന്നപ്പോൾ മുസ്ലിം സമൂഹത്തിന് ഏതാണ്ട് ഒരു 90 കൊല്ലക്കാലത്തിനടുത്ത് ആ നാടിന്റെ അധികാരം നഷ്ടപ്പെട്ടു, ബൈത്തുൽ മുഖദ്ദസ് നഷ്ടപ്പെട്ടു, മസ്ജിദുൽ അഖ്സ നഷ്ടപ്പെട്ടു. മാത്രമല്ല AD 1097 7 ലക്ഷത്തോളം വരുന്നൊരു വമ്പിച്ച സൈന്യവ്യൂഹം ബൈത്തുൽ മുഖദ്ദസിനെ ഉപരോധിച്ചു. ഒരു മിന്നലാക്രമണത്തിലൂടെ ആ നാട്ടിൽ അധികാരം സ്ഥാപിക്കുക മാത്രമല്ല 70,000-ഓളം വരുന്ന മുസ്ലിങ്ങളെയും ആ നാട്ടിലുണ്ടായിരുന്ന ജൂത ന്യൂനപക്ഷത്തെയും കൊന്നൊടുക്കിക്കൊണ്ട് ഖുദ്സ് പിടിച്ചടക്കുകയുണ്ടായി. ബൈത്തുൽ മുഖദ്ദസിന്റെയും ഖുബ്ബത്തുസ് സഖറയുടെയും മുകളിൽ സ്വർണ്ണക്കുരിശുകൾ സ്ഥാപിച്ചു. മാത്രമല്ല ജെറുസലേമിനെ ഒരു ലത്തീൻ ക്രൈസ്തവ രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. അങ്ങനെ ലത്തീൻ ക്രൈസ്തവ രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുബ്ബത്തുസ് സഖറയുടെയും ബൈത്തുൽ മുഖദ്ദസിന്റെയും മുകളിൽ സ്വർണ്ണക്കുരിശുകൾ സ്ഥാപിച്ചുകൊണ്ട് ഏതാണ്ട് 885 കൊല്ലത്തോളം ആ നാട് മറ്റൊരു തരത്തിൽ രക്തച്ചൊരിച്ചിലുകളുടെ പ്രദേശമായി മാറി എന്ന് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ. എന്നാൽ അത് കഴിഞ്ഞ് AD 1171 കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു നവോത്ഥാന സംരംഭം ലോകത്ത് സംഭവിച്ചു. നമുക്കറിയാം, ഇറാഖിലെ കുർദ് വംശജനായ സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വരുന്നത് 1171 മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രഥമ സ്ഥാനം സുഹദിനാണ്. സുഹദായിരുന്നു അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഒന്നാമത്തെ മുദ്രാവാക്യം. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് പരിപൂർണമായി അടുക്കുന്ന മനസ്സ്. കാരണം ഇപ്പറഞ്ഞ 19 കൊല്ലമായി ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി പലരും പണിയെടുത്തെങ്കിലും കാര്യമായ വിജയം കണ്ടെത്തിയില്ല. അള്ളാഹുവിന്റെ സഹായമില്ലാതെ, റബ്ബിന്റെ സഹായമില്ലാതെ വിജയം നേടുക സാധ്യമല്ല. ഇത് മനസ്സിലാക്കിയ സലാഹുദ്ദീൻ അയ്യൂബി വളരെ ശക്തമായ ഒരു മുദ്രാവാക്യവുമായി ഉറച്ചു നിന്നു. ആ പരിവർത്തനം നവോത്ഥാനത്തിലൂടെയാകണം, മാറ്റം നവോത്ഥാനത്തിലൂടെയാകണം. അങ്ങനെ നവോത്ഥാനത്തിലൂടെയാകണം മാറ്റമെന്ന മുദ്രാവാക്യവുമായി വളരെ ശക്തമായി സുഹുദിൽ കഴിച്ചുകൂട്ടുകയും ഖുർആനിന്റെയും സുന്നത്തിന്റെയും തത്വങ്ങൾ വളരെ ശക്തമായ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് മറ്റുള്ളവരോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. സംശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ അള്ളാഹുവിന്റെ സഹായം ഉറപ്പിച്ചുകൊണ്ട് വേണം നീക്കങ്ങൾ നടത്തുവാനെന്ന് സ്വന്തത്തെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സലാഹുദ്ദീൻ അയ്യൂബി കടന്നു വന്നു. അങ്ങനെ അദ്ദേഹം 10,000-ഓളം വരുന്ന ഒരു ചെറിയ സൈന്യവുമായിട്ട് ഫലസ്തീനിലെ തബ്രിയ തടാകത്തിന് സമീപമുള്ള ഹിത്തീൻ പട്ടണത്തിലേക്ക് കടന്നു ചെന്നു. വലിയൊരു സംഘല്ല. ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, അന്ന് ഫലസ്തീന്റെ പ്രൊട്ടക്ഷൻ നൽകിയത് ലോകരാഷ്ട്രങ്ങളാണ്. ലക്ഷക്കണക്കിന് സൈന്യങ്ങൾ മറുഭാഗത്തുണ്ട്. സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 10,000-ഓളം വരുന്ന വളരെ കുറഞ്ഞ സൈന്യം ഫലസ്തീനിലെ തബ്രിയ പ്രദേശത്തുള്ള ഹിത്തീൻ പട്ടണത്തിലേക്ക് കടന്നു ചെന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൈന്യത്തെ അനുഗ്രഹിച്ചു. ഹിത്തീൻ പട്ടണം ആദ്യമായി സലാഹുദ്ദീൻ അയ്യൂബിക്ക് കീഴൊതുങ്ങി. അദ്ദേഹം ബഹളം വെച്ചില്ല, ആർത്തി കാണിച്ചില്ല, അഹങ്കരിച്ചില്ല, വിജയത്തിൽ പൊങ്ങച്ചം നടിച്ചില്ല. തൻ്റെ സൈന്യത്തോട് പറഞ്ഞു, ഇനി വിശ്രമിക്ക്, 2-3 ദിവസം നിങ്ങൾ വിശ്രമിക്ക്. ആ സൈന്യത്തിന് വിശ്രമിക്കാൻ അവസരം കൊടുത്തു. 2-3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം ഹിജ്റ 583 റജബ് 15 സലാഹുദ്ദീൻ അയ്യൂബിയും സൈന്യവും വിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങി. ആ നാട്ടിൽ ചെന്നുകൊണ്ട് സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞത്, ഞങ്ങൾ ഈ നാട്ടിൽ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല.
ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ഇത് പരിശുദ്ധമായ നാടാണ്, ഇത് പരിശുദ്ധമായ പ്രദേശമാണ്, ഇവിടെ രക്തച്ചൊരിച്ചിലുണ്ടാകുന്നതിന് ഞങ്ങൾ പ്രയാസപ്പെടുന്നു, ഇവിടെ രക്തം ചിന്തുന്നത് ഞങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നു, അതുകൊണ്ട് രക്തം ചിന്തേണ്ടതില്ല. സന്ധി സംഭാഷണങ്ങളിലൂടെ നമുക്കൊരു തീരുമാനത്തിലെത്താമെന്ന് സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു നോക്കിയെങ്കിലും അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല. സലാഹുദ്ദീൻ അയ്യൂബി തന്റെ സൈന്യവുമായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇനി തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ പരാജയമുറപ്പായ ശത്രുസേന ഉടമ്പടിയുമായി രംഗത്ത് വരുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്.